ഷെടേ മുത്തശ്ശൻ എപ്പോ വന്നു? മോനെ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. മുത്തച്ഛ വാ, അകത്തിരിക്കാം. വേണ്ട മോനെ, ഞാൻ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാം. ശരി മുത്തശ്ശ, എന്നാ ഞാൻ അകത്തോട്ട് പോകുന്നേ. ശരി മോനെ. ടിറ്റു ഒന്നിങ്ങ് വന്നേ. എന്താ മുത്തശ്ശ, എന്താ കാര്യം? ദോ നോക്കിയേ, നിന്റെ ട്യൂഷൻ മാഷ് വരുന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ചെന്ന് ഒളിക്ക്, ഞാൻ പറഞ്ഞോളാം. അയ്യോ മുത്തശ്ശൻ ചെന്ന് വിളിക്കും. മുത്തശ്ശൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ലീവ് എടുത്തേ. ടിറ്റു വീട്ടിലില്ലേ? ഉണ്ടല്ലോ, അകത്തുണ്ട്. ടിറ്റുവിന്റെ മുത്തച്ഛനാണോ? അതെ അതെ. അല്ല, മുത്തച്ഛൻ മരിച്ചെന്ന് പറഞ്ഞല്ലേ അവൻ കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്തത്? അയ്യോ സാറേ, സാറിന് തെറ്റിയത്. അത് ഞാനല്ല, അത് അവന്റെ അമ്മയുടെ അച്ഛനാ. അവൻ വരുമ്പോ പറഞ്ഞേക്ക് അവന്റെ മരിച്ച ട്യൂഷൻ സാറ് വന്നിട്ട് പോയെന്ന്. ഓ ഭാഗ്യം, അയാൾ പോയോ? അയാൾ എന്താടാ അങ്ങനെ പറഞ്ഞിട്ട് പോയേ? എങ്ങനെ മുത്തശ്ശ? മരിക്കാത്ത ട്യൂഷൻ സാർ വന്നെന്ന് പറയാൻ. ഓ അതാണോ? അത് ഞാൻ സ്കൂളിൽ ട്യൂഷൻ സാറ് മരിച്ചെന്ന് പറഞ്ഞാൽ ലീവ് എടുത്തേ. പിന്നെ നടന്നത് ചരിത്രം. ഞാൻ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ കൂടെ നടക്കണവന്മാർ ചെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. സാർ എന്നെ കയ്യിൽ കിട്ടിയ തല്ലുവെന്ന് പറഞ്ഞ് നടക്കുക. അമ്മ എന്തിനാ വിളിച്ചേ? മോനെ, ഒരു തീപ്പെട്ടി എടുത്തിട്ട് വന്നേ. ശരി അമ്മേ. ഈ തീപ്പെട്ടി എടുക്കാൻ പറഞ്ഞു വിട്ടാൻ ഇതെവിടെ പോയി? ഇതാമ്മേ തീപ്പെട്ടി. താ മോനെ. ഞാൻ വിചാരിച്ചു നീ അതുവഴി അങ്ങ് പോയി കാണുമെന്ന്. ഇതെന്താ ഒരു തിരിയും കത്താത്തേ? കത്താതൊന്നും ഇരിക്കില്ല, ഞാൻ എല്ലാം കത്തിച്ച് നോക്കിയിട്ടാ കൊണ്ടുവന്നേ. വരുന്നേ. നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കോ. ഒരു തീപ്പെടുത്തിട്ട് ഫുള്ള് നീ നശിപ്പിച്ചു. നിക്കടാ അവിടെ. അച്ഛൻ TV കാണുന്നു. സോപ്പിടാൻ പറ്റിയ അവസരം. അച്ഛാ, ഇതെവിടെ ശരീരി? അയ്യോ മുകളിലോട്ട് നോക്കണ്ട, ഞാനാ. ഓ നീയായിരുന്നോ? അച്ഛാ, എനിക്കൊരു സംശയം. എന്താടാ നിന്റെ സംശയം? ഈ വയസ്സായി കഴിഞ്ഞാൽ ചെവി കേൾക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് സത്യമാണോ? എല്ലാരുടെ കാര്യത്തിലും അങ്ങനെയൊന്നും അല്ലടാ, ചിലർക്ക് കേൾക്കാൻ പറ്റില്ല. അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അതല്ല അച്ഛാ, ഞാൻ അച്ഛനോട് ഒരു പുതിയ സൈക്കിൾ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് കുറെ കാലമായി. ആണോ? മോനിപ്പോ പഴയതിൽ ഓടിച്ചുകൊണ്ട് പോയാൽ മതി. പിന്നെ പുതിയ സൈക്കിൾ മേടിക്കാനുള്ള പഠിത്തമാണല്ലോ പഠിക്കുന്നത്. പുല്ല് ചോദിക്കേണ്ടില്ലായിരുന്നു.